അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ഇഡ്ഡലി തട്ടും വെച്ചു കൊടുത്തു. ഇനി ഈ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാണ്. ഒരു 350 ഗ്രാം ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് ഓരോ കുഴികളിലും ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ വെച്ച് കൊടുക്കാം. ഒരു 12 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് അത്ര വലിയ എരിവില്ല. പക്ഷെ നമ്മളിത് ആവിയേറ്റ് എടുക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ എരിവെല്ലാം കുറഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും. ഇനി പച്ചമുളകും ചിക്കനും ഒന്ന് ആവിയേറ്റ് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ചിക്കനും പച്ചമുളകും ആവിയേറ്റ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനും പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ പച്ചമുളക് വെള്ളം ചേർക്കാതെ വേണം ഇതുപോലെ അരച്ചെടുക്കാൻ. നമ്മൾ ആവിയേറ്റ് വേവിച്ചെടുത്ത ചിക്കൻ കഷ്ണങ്ങളാണ്. അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്താലും മതി. പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മൾ വേവിച്ചെടുത്ത ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലൊന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലില്ലാത്ത കഷ്ണം വേണം നമ്മൾ ആവിയേറ്റ് വേവിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇനി ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് മണം മാറി കിട്ടുന്ന വരെ ഒരു 10-20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഈ വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം ചേർക്കരുത്. സവാള വഴറ്റിയതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇത് പൊടിയായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തത് കൊണ്ടാണ് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയോ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 20 സെക്കൻഡ് ഒക്കെ ആയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 സവാള ചോപ്പ് ചെയ്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. നീളത്തിലെടുക്കണ്ട, ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വൈറ്റ് ഗോൾഡൻ നിറമൊന്നും ആവണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സവാളക്കൊന്ന് വെന്ത് വാടി വന്നാൽ മാത്രം മതി. സവാളയൊക്കെ ഒന്ന് വെന്ത് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വാടി വെന്ത് വരേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും മീഡിയം ഫ്ലെയിം വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് അരച്ചെടുത്തത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവനും അങ്ങ് ചേർക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളകിൻ്റെ കുത്തലൊന്നും ഇല്ലല്ലോ. നമ്മൾ ആവിയിൽ വേവിച്ചിട്ടല്ലേ പച്ചമുളക് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പച്ചമുളകൊക്കെ വേവിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മണവും നല്ലൊരു ടേസ്റ്റുമാണ്. ആവിയിൽ നമ്മൾ പച്ചമുളക് വേവിച്ചെടുത്തത് കൊണ്ട് പച്ചമുളകിന് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നിറച്ചും വലിയ ജീരകം പൊടിച്ചതാണ്. ചെറിയ തരിതരിയായിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. വലിയ ജീരകം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പെട്ടെന്ന് നമ്മൾ ആ ചിക്കൻ വേവിക്കാൻ വെച്ച സമയം മാത്രമേ എടുത്തുള്ളൂ, ഒരു 15 മിനിറ്റ്. പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാം. തക്കാളിയും വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ. തക്കാളി ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടേ ഉള്ളൂ, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. 10-20 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. ഈ മുളക് പൊടിയിൽ അധികം എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എരിവില്ലാത്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ പൊടി ഐറ്റംസ് ആയിട്ട് ചേർക്കുന്നുള്ളൂ. പിന്നെ ഗരം മസാല പൊടി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നിങ്ങൾ എരിവ് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പൊടിച്ചെടുത്ത് വെച്ചില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഇതുവരെയ്ക്ക് ഉപ്പൊന്നും ചേർത്തില്ല. നമ്മളതുപോലെ ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പൊന്നും ചേർക്കാതെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ചിക്കനിൽ അധികം വേവൊന്നുമില്ലല്ലോ, നമ്മൾ ആവിയിൽ വേവിച്ചിട്ടല്ലേ എടുത്തിട്ടുള്ളത്. 1 മിനിറ്റ് ഒന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഇതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ ചേർത്തതിന് ശേഷം ആ ചിക്കനിലൊക്കെ ഒന്ന് എണ്ണ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ചിക്കനും ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് നമുക്ക് 1-2 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ചിക്കനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അവരവരുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എരിവൊക്കെ കറക്റ്റാണ്. നമ്മൾ പച്ചമുളക് ഒരുപാട് ചേർത്ത് 12 ചേർത്തുകൊണ്ട് എരിവ് കൂടി പോയിട്ടൊന്നുമില്ല. നല്ല പൊളി ടേസ്റ്റാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മളെല്ലാവരും മുട്ട വെച്ചിട്ടുള്ള ബുർജിയല്ലേ തയ്യാറാക്കി കഴിച്ചിട്ടുള്ളത്. അപ്പം ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ബുർജി തയ്യാറാക്കി കഴിക്കാം. മുട്ടയെക്കാളും അടിപൊളി ടേസ്റ്റാണ്. എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ എന്തായാലും ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ ബുർജി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്